അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ആഴ്ചകളായി അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ട് ഇറാനെ ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്ന രീതിയിൽ തുടർച്ചയായി ട്രംപ് ഭരണകൂടവും ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഭീഷണിക്ക് ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്നും വളരെ ശക്തവും വളരെ കൃത്യവുമായ ഭീഷണികൾ സമയാസമയങ്ങളിൽ മറുപടിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടക്കായിരുന്നു അമേരിക്കയുടെ ആവശ്യപ്രകാരം, ട്രംപിന്റെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ മേഖലയിലെ ട്രംപിന്റെ സഖ്യകക്ഷികളായ പല സഖ്യരാജ്യങ്ങളുടെയും സമ്മർദ്ദപ്രകാരം ഇറാനുമായി ഒരു പ്രശ്നപരിഹാരത്തിൽ എത്തണമെന്നും ഏതെങ്കിലും രീതിയിൽ ഇതൊരു ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുമുള്ള അവരുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇറാൻ ഒരു കരാറിലേക്ക് എത്തണം അമേരിക്കയുമായി എന്ന് ട്രംപ് വളരെ കൃത്യമായി ഭീഷണിയോടുകൂടെ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഇറാൻ ഇതിനെ കൃത്യമായി പിന്തള്ളി. കാരണം ഞങ്ങൾ ഒരിക്കലും ഒരു ഭീഷണിക്ക് വഴങ്ങുകയില്ലെന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്നും ഞങ്ങളുടെ പരമാധികാര രാജ്യത്ത് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഇറാന്റെ തന്നെ സുഹൃത്ത് രാജ്യങ്ങൾ പലപ്പോഴും സമ്മർദ്ദം കൂടിയപ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമാണെന്ന രീതിയിലേക്ക് അവർ എത്തപ്പെട്ടു. പക്ഷേ ഇറാൻ ചർച്ചയ്ക്ക് സമ്മതിച്ചതിന് ശേഷം മിഡിൽ ഈസ്റ്റിന്റെ എൻവോയി, സാക്ഷാൽ ട്രംപിന്റെ കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നോക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രയേലിലേക്ക് പറക്കുകയും ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ചകളുടെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ വിശകലനം നടത്തിയതിന് ശേഷം ഇസ്രയേലിന് ചർച്ചയിൽ തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ബെന്യാമിൻ നെതന്യാഹുവുമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ട്രംപ് വീണ്ടും ഭീഷണികളൊന്ന് കൂട്ടുകയായിരുന്നു. മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറയുന്നു, ചർച്ച ഒമാനിൽ നടക്കും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഞങ്ങൾ ചർച്ചയുമായി തന്നെ മുന്നോട്ടു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡീലിലെത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിസൈൽ സംവിധാനം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അവകാശവും ഞങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗവുമാണ് എന്നാണ്. എന്നാൽ 2500 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നിങ്ങൾ മിസൈൽ നിർമ്മിക്കുവാൻ പാടില്ല, അത്തരത്തിലുള്ള സംവിധാനം വികസിപ്പിക്കുവാൻ പാടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് അത് സൈനികാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന നയത്തോട് ഇറാൻ യോജിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിൽ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതും മേഖലയിലെ പ്രോക്സികളുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നതുമായുള്ള എന്നൊക്കെയുള്ള അമേരിക്കയുടെ നയങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. രണ്ട് പേരും ഒരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഒരു ഏകീകരണം ഇവർക്ക് വരുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു രീതിയിലും ചർച്ച വിജയിക്കുവാൻ സാധ്യതയില്ലെന്നാണ് മാർക്കോ റൂബിയോ തന്നെ പറയുന്നത്. അത് മാത്രവുമല്ല, 1980 ശേഷം കൃത്യമായി നയതന്ത്രമില്ലാത്ത അമേരിക്കയും ഇറാനും ഇതാദ്യമായല്ല ഒരു ചർച്ചയ്ക്കിരിക്കുന്നത്. നമുക്കറിയാം, പലതവണ ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇക്കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു ചർച്ച ഒമാനിൽ നടക്കുകയും പിന്നീട് ഇറ്റലിയിൽ നടക്കുകയും ആ ചർച്ച വിജയത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴായിരുന്നു പൊടുന്നനെ ജൂണിൽ ഇസ്രയേൽ കടന്നുകയറി ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നീട് ആ ആക്രമണത്തോടുകൂടി അമേരിക്കയും പങ്കുചേരുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു ചർച്ചയിലൂടെ ഒരു കരാറിലെത്തുന്നത്, അമേരിക്കയും ഇറാനും ഒരു ചർച്ചയിലൂടെ കരാറിലെത്തുവാൻ ഇസ്രയേൽ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം 2025 12 ദിവസത്തെ യുദ്ധത്തിൽ കലാശിച്ച ഇസ്രയേലിന്റെ ഇറാൻ ആക്രമണം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യവും ഇസ്രയേലിന് ചർച്ചയ്ക്ക് യാതൊരുവിധ താല്പര്യവുമില്ല എന്നു തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്ക ചർച്ചയുമായി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് വിറ്റ്കോഫ് ചർച്ചയ്ക്ക് ബെന്യാമിൻ നെതന്യാഹുവോട് സംസാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയുടെ പ്രഹസനവുമൊക്കെ ഞങ്ങൾ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കി കാര്യങ്ങൾ തീർപ്പാക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള
ട്രംപിന്റെ ഒരു വെറും നീക്കമായി മാത്രം നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. അല്ലാതെ ചർച്ചയെ ഒരു വിജയത്തിലെത്തിക്കുവാൻ യാതൊരു സാധ്യതയും ഈ പ്രാവശ്യവും കാണുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ട്രംപ് ഭീഷണി കൂട്ടിയിരിക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിൽ USS എബ്രഹാം ലിങ്കൺ ആയുധങ്ങൾ നിറച്ചു കാത്തു നിൽക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3ഓളം ഡിഫൻസ് കപ്പലുകളും അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കണിൽ നിരവധി F-35 F-17 യുദ്ധവിമാനങ്ങളും എല്ലാവിധ യുദ്ധക്കോപ്പുകളും പരിസരങ്ങളിലുള്ള GCC രാജ്യങ്ങളിലെ എയർബേസുകളിൽ നിറച്ചു കഴിഞ്ഞു എന്ന വാർത്തയും വരികയാണ്. ഈ വാർത്തയും ഭീഷണികൾക്കും ഒക്കെ മുഴക്കുമ്പോൾ ഇറാനിൽ നിന്നും സാക്ഷാൽ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് കൂടി പറയുന്നു, എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങളും ഏത് വിദേശ ഭീഷണിയെയും നേരിടാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു മറുപടി എന്ന് പറയുന്നത്. ഈ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലിന് അയച്ച കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഇറാൻ പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു എന്ന വിഷയം. ഇറാനെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്തി കളയാമെന്ന് ആരും കരുതേണ്ടതില്ല. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ചെറിയ പരിക്കുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇറാന്റെ മേൽ വരുത്താൻ അമേരിക്കക്കും ഇസ്രയേലിനും സാധിച്ചേക്കാം എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എത്തരത്തിലായിരിക്കും ഇറാന്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്, ഇറാന്റെ തീരുമാനം എന്ന് പറയുന്നത്, ഞങ്ങളെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് കഴിയാവുന്ന രീതിയിലുള്ള പരിക്കുകൾ സംഭവിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇറാനിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ പലപ്പോഴും ഒരാക്രമണം കഴിഞ്ഞ് ഒരു റെസ്റ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്തുന്ന ഒരു രീതിയായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ശത്രുവിന് സമയം കൊടുക്കുന്ന യാതൊരു പരിപാടിയും ഉണ്ടാവുകയില്ല, ഉടനടി മറുപടി നൽകുന്ന ഒരു സംവിധാനമായിരിക്കും ഈ പ്രാവശ്യം ഞങ്ങൾ പയറ്റുക. കാരണം നമുക്കറിയാം 12 ദിവസം ജൂണിൽ ഇറാനെ ആക്രമിക്കുകയും അതിൻ്റെ തുടർച്ചയെന്നോണം ഇറാനിൽ ഒരു രാഷ്ട്രീയ കലാപത്തിന് കോപ്പുകൂട്ടുകയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ ആയത്തുള്ള അലി ഖമേനിയെ മറച്ചിടുവാനും ഒരു റിജീം ചേഞ്ച് ഉണ്ടാക്കുവാനും പരിശ്രമിക്കുകയും അതും പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ആക്രമണ തന്ത്രവുമായി വീണ്ടും ഇസ്രയേൽ രംഗത്തേക്ക് വന്നത്. അപ്പോൾ നിരന്തരമായി ഞങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങൾ ആലോചിച്ച് പ്രതിരോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന ഒരു നയത്തിലേക്ക് ഇറാൻ വന്നിരിക്കുന്നു. ഇത്തരത്തിലൊരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ മേഖലയാകെ പടരുന്ന ഒരു യുദ്ധമായിരിക്കും അത് എന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വലിയ ഭീഷണികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ ഇറാൻ മേഖലയിൽ അമേരിക്കയുടെ ബേസുകൾക്കും ഇസ്രയേലിനും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും അവരാൽ കഴിയാവുന്ന പരിക്കുകൾ ഏൽപ്പിക്കുക എന്ന ഒരു പ്രത്യാക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് വരാനുള്ളത്. അത് നോക്കി തന്നെ കാണേണ്ടി വരും. ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല എന്ന് നമുക്കറിയാം. ഏകദേശം ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനേക്കാൾ വലിയ രാജ്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അമേരിക്ക തന്നെ ഇറാന്റെ 5 ഇരട്ടി വലിപ്പം ഉണ്ടാവും. യൂറോപ്പ് ഒന്നായി എടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ 6 ഇരട്ടി വലിപ്പം കാണും. ആസ്ട്രേലിയ ഒരുപക്ഷെ ഇറാന്റെ 5 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. അത്തരത്തിൽ ഇറാനേക്കാൾ വലിയ രാജ്യങ്ങൾ ലോകത്തുണ്ടെങ്കിലും ഇന്ത്യയുടെ ഏകദേശം പകുതി ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഉള്ള വലിപ്പം ഇറാനുണ്ട്. ഇറാൻ തീരെ ചെറിയ ഒരു രാഷ്ട്രമല്ല. അതുപോലെ തന്നെ ഇറാന്റെ IRGCയും ഇറാന്റെ ഔദ്യോഗിക സേനയും ഒക്കെ ഒതുങ്ങുന്ന ഇറാൻ സേന എന്ന് പറയുന്നതും തീരെ മോശക്കാരല്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം പോലെയുള്ള വളരെ കൃത്യമായ അവർ തന്നെ വികസിപ്പിച്ചെടുത്ത യുദ്ധോപകരണങ്ങളും പടക്കോപ്പുകളും ഒക്കെ അതും അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വെനീസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്നതുപോലെ ഒറ്റ രാത്രി കൊണ്ട് അസ്തമിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല ഇറാൻ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. മിഡിൽ ഈസ്റ്റിന്റെ കാര്യം നോക്കി തന്നെ കാണേണ്ടി വരും. ഏത് രീതിയിലാണ് ട്രംപും നെതന്യാഹുവും ഇതിനോട് പ്രതികരിക്കുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. തൽക്കാലം വീണ്ടും കാണാം.